Baby Girl, directed by Arun Verma, director of Garudan, written by Bobby and Sanjay, writers of എൻ്റെ വീട് അപ്പുവിൻ്റെ, നോട്ട്ബുക്ക്, ട്രാഫിക്, കാസനോവ, അയാളും ഞാനും തമ്മിൽ, മുംബൈ പോലീസ്, ഹൗ ഓൾഡ് ആർ യു, സ്കൂൾ ബസ്, കായംകുളം കൊച്ചുണ്ണി, ഉയരെ, വൺ, കാനെ കാനെ, സല്യൂട്ട്, ഇങ്ങനത്തെ കിഡിലൻ സിനിമകളുടെ റൈറ്റേഴ്സ് ആയിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിങ്, വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് മോളിവുഡ് ഇൻഡസ്ട്രി തന്നെയായിരുന്നു ബോബി ആൻഡ് സഞ്ജയ്. ഈ മൂന്ന് ക്വാളിറ്റി ആൾക്കാർ, ബോബി, സഞ്ജയ് ആൻഡ് അരുൺ വർമ്മ എന്ന ഡയറക്ടർ, ഇവർ മൂന്നുപേരും ഒന്നിക്കുമ്പോൾ നമ്മളൊരു കിടിലൻ ത്രില്ലർ സിനിമയാണ് എക്സ്പെക്ട് ചെയ്യണത്. അല്ലെങ്കിൽ വേണ്ട, നമ്മളൊരു അത്യാവശ്യം എൻഗേജിങ് ആയ ഒരു സിനിമയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഈ സിനിമയുടെ ത്രെഡ് തന്നെ ട്രാഫിക് എന്ന സിനിമയുടെ പോലെ തന്നെയാണ്. ഒരു ദിവസം നടക്കുന്ന ഒരു കഥ, കുട്ടീനെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഒരു ദിവസത്തിനുള്ളിൽ എങ്ങനെ പോലീസുകാർ അത് ക്രാക്ക് ചെയ്യുന്നു എന്നാണ് സിനിമയുടെ ഒരു ത്രെഡ്. പക്ഷെ എന്ത് പറഞ്ഞാലും ട്രാഫിക് എന്ന സിനിമയുടെ ലെവൽ എത്തൂല. അത് ട്രാഫിക് ഇറ്റ് വാസ് എ ബെഞ്ച് മാർക്ക് ഓഫ് മലയാളം ഇൻഡസ്ട്രി. അതുകൊണ്ട് ആ ലെവലിന് എന്തായാലും ഒരു സിനിമ എത്താൻ പോണില്ല. റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ പോലും ഇടയ്ക്ക് എൻഗേജിങ് ആവും, ഇടയ്ക്ക് ഭയങ്കര ഡൗൺ ആവും, ഇടയ്ക്ക് വീണ്ടും എൻഗേജിങ് ഒരു എഡ്ജ് ഓഫ് സീറ്റ് സംഭവം തരുന്നുണ്ട്, രസകരമായ കുറെ ഇൻസിഡൻസ് ഇടുന്നുണ്ട്. പക്ഷെ വീണ്ടും വളരെ മോശമായിട്ട് സിനിമയുടെ കഥ നറേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു നറേഷൻ സ്റ്റൈലും സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണും. ഈ സിനിമയെ ഏറ്റവും മോശമാക്കിയത് സിനിമയുടെ ഡയറക്ടറും ഇതിന്റെ റൈറ്റർ ബോബി സഞ്ജയും കൂടെയാണ്. മീഡിയോക്കർ ഡയറക്ഷൻ ആൻഡ് വീക്ക്, വളരെ മോശം സ്ക്രിപ്റ്റിങ്ങും. ട്രാഫിക് എന്ന സിനിമ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് 1080p പകരം 360p ആക്കിയ ഒരു അവസ്ഥ. അതാണ് ബേബി ഗേൾ എന്ന പടം എനിക്ക് പേഴ്സണലി. ഈ സിനിമയിൽ ഏതായാലും കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. സംഗീത് പ്രതാപിന്റെയും ലിജോ മോൾ ജോസിന്റെയും ഒരു സ്റ്റോറി ആർക്കുണ്ട്. ഒരു ചേച്ചി അനിയന്റെ, അവരുടെ കുറച്ച് ഇമോഷൻസും അവരുടെ കുറച്ച് ത്രില്ലിംഗ് ആയ ഒരു സ്റ്റോറി അതിന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. അവിടെ എല്ലാം ഈ സിനിമ ശരിക്കും കിടിലനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് റൈറ്റേഴ്സ് അവിടെ മാത്രം ഈ പടത്തിന് ഫോക്കസ് ചെയ്ത് എഴുതിയ പോലെയുണ്ട്. ബിക്കോസ് വേറെ എവിടെയും തോന്നാത്ത ഒരു എൻഗേജിങ് ഫാക്ടറും അതേപോലെ ഇമോഷണൽ ഡെപ്തും കണക്ഷനും എല്ലാം നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ഇമോഷൻസ് ആണെങ്കിലും എല്ലാം അവരുടെ പോർഷൻസിൽ വർക്കായിട്ടുണ്ട്. ഈ സിനിമ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിവിൻ പോളി പടവും ഡയറക്ടർ അരുൺ വർമ്മയുടെ സിനിമയായിട്ടേ തോന്നിയില്ല. ഇത് കംപ്ലീറ്റ്ലി സംഗീത് പ്രതാപിന്റെ ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. അതൊരു നല്ല കാര്യം കേട്ടോ. സംഗീത് പ്രതാപിന്റെ അഭിനയം ഞാൻ വിചാരിച്ചത് ട്രെയിലർ കണ്ടപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പെർഫോമൻസ് ആയിരിക്കുന്നു, പക്ഷെ അല്ല, വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചാണ്. ബ്രില്യൻ പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരു സിനിമ കൈ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതിന്റെ ഷോൾഡേഴ്സിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സംഗീത ഈ പടത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ ലിജോ മോൾ ജോസും വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഡിപ്രസിങ്, ഭയങ്കര സാഡ് ആയ ഒരു ചേച്ചിയുടെ ക്യാരക്ടർ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാനുള്ള, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ തന്നെ ഇവരുടെ കഥയിലെ അവരുടെ പോർഷൻസിനും അവരുടെ നല്ല ഓണസ്റ്റ് പെർഫോമൻസിനും വേണ്ടി തന്നെയാണ്. നിവിന്റെ അവസ്ഥ പറയുമ്പോൾ തന്നെ സങ്കടം തന്നെ. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ മനസ്സിലാവും. നമ്മുടെ ട്രാഫിക്കിലെ ശ്രീനിവാസിന്റെ ഒരു ക്യാരക്ടറാണ് എന്ന് വെച്ചാൽ വില കംപ്ലീറ്റ്ലി പോയി. നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും തല പൊക്കി നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതുകൊണ്ട് ആ വില തിരിച്ചു പിടിക്കാൻ നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. പക്ഷെ അവിടെ നമുക്ക് ആ ഒരു ക്യാരക്ടറായിട്ട് കണക്ട് ആവുക. പക്ഷെ ഇവിടെ നമുക്ക് ഒരു രീതിയിലുള്ള കണക്ഷൻ ഫീൽ ചെയ്യില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് ചെറുതായിട്ട് തോന്നും, ബിക്കോസ് നിവിൻ എഫേർട്ട് ഇടുന്നുണ്ട്, നമുക്ക് ശരി ചെറുതായിട്ട് നമുക്ക് കണക്ട് ആവും. സെക്കൻഡ് ഹാഫിൽ പക്ഷെ ആ ക്യാരക്ടറിനെ ഇട്ട അവസ്ഥ നമുക്ക് സങ്കടം വരും. ഒരു കോമാളി പോലത്തെ ഒരു ക്യാരക്ടറായി കളഞ്ഞു. ചുമ്മാ സ്കൂട്ടർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് മാത്രം കാണുന്നുള്ളൂ. അല്ലാണ്ട് ആ ഒരു ക്യാരക്ടർ പ്രത്യേകിച്ച് ഒന്നും തന്നെ, ഒരു ഇൻപുട്ട് പോലും ഇൻവെസ്റ്റിഗേഷനോട് കൊടുക്കുന്നതായിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. അവസാനം നിവിന്റെ ഭാഗം ഒരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട്. അത് ആ ക്യാരക്ടറിന് വലിയ ട്വിസ്റ്റ് ആയിരിക്കും, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അത് പഴകിയ ഒരു സാധനമായിട്ട് തോന്നുന്നത്. ഈ സിനിമയുടെ വേറൊരു വലിയൊരു മോശം സംഭവമാണ് ഇതിന്റെ പ്രഡിക്റ്റബിലിറ്റി. ഈ സിനിമ ശരിയാണ്, അത്യാവശ്യം കുറച്ച് രസകരമായ വളരെ എൻഗേജിങ് ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസും അവരെടുത്തു പറയുന്നതായിട്ട് കാണിക്കുന്നതൊക്കെ അതൊക്കെ ഭയങ്കര പഴകിയതാണ്. നമുക്ക് ഒരു വൗ ഫാക്ടർ നമുക്ക് അവിടെ ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിന്റെ പോലീസ് ക്യാരക്ടേഴ്സ്, ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഗീതിന്റെയും ലിജമോളുടെ ക്യാരക്ടർ അല്ലാണ്ട് ബാക്കി എല്ലാവരും കോമാളിയാക്കിയ ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ഭയങ്കര സംഭവമായിട്ട് കാണിക്കുകയും പോലും തിയേറ്ററൊക്കെ ചിരിയായിരുന്നു ക്ലൈമാക്സിലെ കുറെ നിമിഷങ്ങളിലൊക്കെ. പിന്നെ ഇതിനകത്ത് ഒരു മെയിൻ പ്രോമിനന്റ് റോൾ ചെയ്തത് ഷമി തിലകന്റെ മോനാണ്, അഭിമന്യു. ട്രാഫിക്കില് അനൂപ് മേനോൻ പോലീസ് വേഷത്തിൽ കസറിയിട്ടുണ്ടായി. പക്ഷെ ഇതിനകത്ത് അഭിമന്യു ആ ഒരു പോലീസ് ക്യാരക്ടറിൽ ഇരുന്ന് അഭിനയിക്കാൻ കഷ്ടപ്പെടുന്ന പോലെ, ഡയലോഗ് ഡെലിവറി ആണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും പോലും പറ്റണില്ല. മാർക്കോല് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഇതിനകത്ത് ഭയങ്കര വീക്ക് പെർഫോമൻസ് തന്നെയായിരുന്നു. അത്ര മിസ്കാസ്റ്റ് ആയിട്ട് തോന്നിയത്. അതാണ് സിനിമയുടെ വേറൊരു പോരായ്മയും. ഭയങ്കര മോശം കാസ്റ്റിംഗ് ആണ് സിനിമയുടെ. ബിക്കോസ് ഈ സിനിമയിൽ കുറെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടൊക്കെ ഭയങ്കര മെയിൻ റോൾസ് ഒക്കെ ചെയ്യിപ്പിച്ചിരിക്കുക.
അതുകൊണ്ട് തന്നെ ഇവരുടെ മോശം അഭിനയം കാരണം നമുക്ക് ഒരു രീതിയിലുള്ള ഇമോഷണൽ കണക്ഷനോ നമുക്കൊരു വിഷമോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ സിനിമയുടെ ഒരു സെക്കൻഡ് പോസിറ്റീവ് ആണ് ഇതിന്റെ സാം സിയസിന്റെ മ്യൂസിക്. സാം സിയസ് തകർത്തിട്ടുണ്ട്, നന്നായി പണിയെടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ക്രെഡിറ്റ്സിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പർ ആയിരുന്നു. അതേപോലെ നമുക്ക് ആ ഒരു എഡ്ജ് ഓഫ് സീറ്റ് സംഭവം തോന്നുന്നുണ്ടെങ്കിൽ അത് സാം സിയസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും സാം സിയസിന്റെ മ്യൂസിക്. പിന്നെ ഇതിന്റെ വിഷ്വൽ പരിപാടിയൊന്നും ഒട്ടും രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. ഒരു ഒരു ഓൾഡ് സ്റ്റൈൽ സിനിമാറ്റോഗ്രഫി വർക്കാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് അത്യാവശ്യം നന്നായിരുന്നു. കളർ ഗ്രേഡിങ്ങും ആപ്റ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഓവറോൾ അവരെന്തൊക്കെയോ ഉദ്ദേശിച്ച് ഈ സിനിമ തുടങ്ങി, എവിടേക്കൊക്കെയോ നന്നായിട്ടുണ്ട്, പക്ഷേ എങ്ങനെയൊക്കെയൊക്കെയോ അവസാനിച്ച ഒരു സിനിമ. അതാണ് ബേബി ഗേൾ ആയിട്ട് തോന്നിയത്. പിന്നെ ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അത് സംഗീതന്റെ പെർഫോമൻസിന് വേണ്ടി കാണുക. സംഗീത് വളരെ ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഈ സിനിമ ഒട്ടും രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവീൽസ്.